നിക്കോദീമസ് പണ്ഡിതനാണ്, സൻഹെദ്രിൻ സംഘത്തിലെ ഒരു വലിയ ലീഡറാണ്, പഠിത്തമുള്ള ഒരു ഗുരുവാണ്, റബ്ബിയാണ്. പരീക്ഷന്മാരും സദുക്യരും പ്രമാണികളും ശാസ്ത്രിമാരും മഹാപുരോഹിതനെല്ലാം യേശുവിനെ റിജക്ട് ചെയ്യുമ്പോൾ ഈ നിക്കോദീമസ് ആവലോടെ യേശു പറയുന്നതും പഠിപ്പിക്കുന്നതും ദൈവരാജ്യത്തിന്റെ സത്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കി യേശുവിനോട് പഠിക്കുവാൻ വന്ന നിക്കോദീമസ് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. യേശു അവനോട് ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ ആരെങ്കിലും പുതുതായി ജനിച്ചിട്ടില്ല എങ്കിൽ, മനസ്സാന്തരപ്പെട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് നിങ്ങൾ വീണ്ടും ജനിച്ചു രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് കടക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ഇന്നും പാപത്തിലാണ് ജീവിക്കുന്നത്, ഇന്നും പാപത്തിലാണ് തുടരുന്നത്, ഇന്നും പാപത്തിന്റെ ആസക്തികളാണ് നിങ്ങൾ തുടരുന്നെങ്കിൽ നിങ്ങൾ കേട്ടോ, നിശ്ചയമായി പാപത്തിന്റെ ശമ്പളം, പാപത്തിന്റെ അവസാനം അത് നിത്യമരണമാണ്. ദൈവത്തിന്റെ ദാനം ക്രിസ്തു യേശുവിൽ നിത്യജീവനാണ്.